ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഞായറാഴ്ച ആയപ്പോഴേക്കും ഞങ്ങൾ ദേ ഒരു സ്ഥലം വരെ പോകാനായിട്ട് റെഡിയായി, എല്ലാവരും റെഡിയായി നിൽക്കണം കേട്ടോ. അപ്പോൾ എവിടെയാണെന്നല്ല, ഞങ്ങൾ ചിറ്റാമ്മിയുടെ വീട്ടിലാണ്. ചിറ്റാമ്മി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങളാണ്. സിയയൊക്കെ വിളിക്കുന്ന പേരാണ് ചിറ്റാമ്മി. ചിറ്റയും മമ്മിയും എന്ന് ചിറ്റയുടെ, അതായത് മമ്മിയുടെ ചിറ്റ എന്നുള്ള ഇതിലാണ് അവൾ ചിറ്റാമ്മി എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്താണ് അങ്ങനെ പോയത് കേട്ടോ. കാരണം അവിടെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 3 മണിയാകുമ്പോൾ പോകണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം റെഡിയായി ഞങ്ങൾ പോയതാണ്. അങ്ങനെ ദേ സിയയും ദിയയും എൽസിയമ്മ, ഞാനും പപ്പ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ വിളിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ യൂബറൊക്കെ കാർ വന്നു കേട്ടോ. അങ്ങനെ അതേ ചിറ്റയുടെ വീട്ടിലെത്തി. അപ്പോൾ അത് കലൂര് മണപ്പാട്ടിപ്പറമ്പിലാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഡിഗ്രിയൊക്കെ പഠിച്ചതൊക്കെ. മാമൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ചിറ്റക്ക് ചെറിയൊരു വയ്യായികയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അത് കാണാനായിട്ട് പോയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയതാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് കേട്ടോ. അപ്പോൾ ഇത് ചിഞ്ചു കേട്ടോ, മാമൻ്റെ മോളാണ്. അപ്പോൾ അവളുമായിട്ടൊക്കെ കുറേ നേരമൊക്കെ ഞങ്ങൾ കളിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഒരു 5 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പോകുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ബസ്സിലും ഒരു മുസ്ലിംസിൻ്റെ ഒരു റാലിയൊക്കെ റോഡിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു തിരക്കായിരുന്നു, ഹൈക്കോടതി വരെയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ബസ് കയറി പോകുന്നതാണ്. പക്ഷേ ബസ്സിൽ കയറിയ പാടെ തന്നെ എല്ലാവരും ഉറങ്ങി കേട്ടോ. കാരണം തലേദിവസമൊക്കെ ഇത്തിരി താമസിച്ചൊക്കെയാണ് ഉറങ്ങിയത്. അങ്ങനെ തോപ്പുംപടി പാലം ഒക്കെ ഞങ്ങൾ കയറി. അങ്ങനെ കുറച്ചായപ്പോഴേക്കും ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഇത് പെലവാണി പോണ്, അതായത് അവിടെ നടക്കമ്പലത്തിലെ ഉത്സവം കൂടിയാണ്. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവരും വന്ന് വാങ്ങിക്കുക. അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ, വ്യാഴാഴ്ചയാണ് അവിടുത്തെ ഉത്സവം, പക്ഷേ ഇത് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. റോട്ടിലും തിരക്കുണ്ടായിരുന്നു, കടകളിലൊക്കെ. ഉള്ളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു സൈഡ് മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചേക്കണത്. ഇപ്പുറത്തെ സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറി കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം മാതിരി ഉണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും അല്ലാതെ എല്ലാവരെയും കിട്ടുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുപോലെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. 1-2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പോകാറൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിന് അങ്ങനെ അവിടെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം കേട്ടോ. ഇവിടെയാണ് ആ ഉത്സവമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ.